ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഫാം വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങിയിട്ട് ഏഴാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ വാക്സിനേഷൻ എടുക്കേണ്ട ദിവസമാണ് ഏഴാമത്തെ ദിവസം, ലെസോട്ട വാക്സിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടങ്ങളെയും വലിയ സങ്കടങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് കോഴികളെ വളർത്താനായിട്ട് പറ്റും. കാരണം കോഴി വസന്ത പോലെ ഒരു അസുഖം വന്നാൽ നമ്മുടെ കൂട്ടിലെ കംപ്ലീറ്റ് കോഴികൾ ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് എത്തും, കൂട് കാലിയായി പോകുന്ന അവസ്ഥ ഉണ്ടാവും. കോഴി വസന്തയ്ക്ക് പ്രിവെൻഷനായിട്ട് നമുക്ക് എടുക്കേണ്ടത് ലെസോട്ട വാക്സിനേഷൻ ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും മിനിമൽ ഡോസ് എന്ന് പറയുന്നത് 100 കോഴികൾക്ക് വാക്സിൻ എടുക്കാൻ പാകത്തിനുള്ള ലൈവ് വാക്സിനായിട്ട് കിട്ടുന്ന ഈ ഒരു ബോട്ടിലാണ്. ഇതിന്റെ വില 38 രൂപയാണ്. അതിന്റെ കൂടെ വാക്സിൻ മിക്സ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് ഈ സ്റ്റിറൈൽ വാട്ടറും കിട്ടും. അപ്പോൾ ഇനി ഈ വാക്സിൻ നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ വാക്സിൻ മേടിക്കാനായിട്ട് കടയിൽ പോകുമ്പോൾ, വെറ്റിനറി ഷോപ്പിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലോ പോകുമ്പോൾ തീർച്ചയായിട്ടും ഐസ് പാക്കിൽ വേണം നമ്മൾ വാക്സിൻ മേടിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു സിറിഞ്ച് മേടിച്ചിട്ടുണ്ട് വാക്സിൻ മിക്സ് ആക്കാനായിട്ട്, പിന്നെ കയ്യിൽ യൂസ് ചെയ്യാനായിട്ട് ഗ്ലൗസും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വാക്സിൻ നന്നായിട്ട് പ്രോപ്പറായിട്ട് മിക്സ് ആക്കി എടുക്കണം. ആ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിറിഞ്ച് യൂസ് ചെയ്യുന്നത് കേട്ടോ, അല്ലാതെ ഇഞ്ചക്ഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ലെസോട്ട വാക്സിൻ എടുക്കേണ്ട രീതി എന്ന് പറയുന്നത് കോഴികളുടെ കണ്ണിലോ മൂക്കിലോ ഒറ്റ ഡ്രോപ്പ്, ഒന്നെങ്കിൽ കണ്ണിലോ ഡ്രോപ്പ് ഇല്ലെങ്കിൽ മൂക്കിലായിട്ട് ഒരു ഡ്രോപ്പ്, അങ്ങനെയാണ് എടുക്കേണ്ടത്. മറിച്ച് IBD വാക്സിനേഷൻ നമുക്ക് 2 ഡോസാണ് കൊടുക്കേണ്ടത്. കണ്ണിൽ ഒരു ഡ്രോപ്പ്, മൂക്കിലായിട്ട് ഒരു ഡ്രോപ്പ്. അത് നോർമൽ വെക്കുക. നമുക്കിപ്പോൾ ചെയ്യേണ്ട പരിപാടി ഈ പറയുന്ന ചെറിയ ബോട്ടിലിൽ കിട്ടിയിട്ടുള്ള ലൈവ് വാക്സിനെ വലിയ ബോട്ടിലിലെ സ്റ്റിറൈൽ വാട്ടറുമായിട്ട് കംപ്ലീറ്റ്ലി മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വാക്സിൻ വന്നിരിക്കുന്ന ബോട്ടിലിൻ്റെ സീലിംഗ് ഒന്ന് പ്രോപ്പറായിട്ട് ഇളക്കി മാറ്റുക. ഇനി ഈ ഒരു ബോട്ടിലെ ലൈവ് വാക്സിൻ ഞാൻ പറഞ്ഞു പൗഡർ ഫോമിലാണ് ഉള്ളത്. അപ്പോൾ അതിനെ നമുക്ക് ലിക്വിഡ് ആക്കി മാറ്റാനായിട്ട് സ്റ്റിറൈൽ വാട്ടർ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പം അങ്ങനെ മിക്സ് ആക്കി എടുക്കാനായിട്ട് നമ്മൾ സ്റ്റിറൈൽ വാട്ടർ കുറച്ച് നമ്മുടെ സിറിഞ്ചിൽ എടുത്തിട്ട് ഈ പറയുന്ന വാക്സിൻ്റെ ബോട്ടിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് മിക്സ് ആക്കി എടുക്കുന്നത്. സിറിഞ്ച് ഉപയോഗിച്ച് എടുക്കണം നിർബന്ധമില്ല, നമുക്ക് കൈകൊണ്ട് പരസ്പരമായിട്ട് മിക്സ് ആക്കി എടുക്കാം. പക്ഷേ ഇതിന് വാവട്ടം കുറവായതുകൊണ്ട് അങ്ങനെ പരസ്പരം മിക്സ് ചെയ്യുമ്പോൾ ഡ്രോപ്സ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്, കുറച്ചൊക്കെ പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ സിറിഞ്ച് തന്നെ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് മിക്സ് ആക്കി എടുക്കുന്നത്. വാക്സിൻ എടുക്കേണ്ട സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വാക്സിൻ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ രാവിലെ 11 മണിക്ക് മുമ്പ് ആയിട്ട്, വെയിലാവുന്നതിന് മുന്നമായിട്ട് വാക്സിൻ എടുക്കണം. അതല്ലെങ്കിൽ ഒരു 5 മണിക്ക് ശേഷമാണ് വാക്സിൻ എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കാണുന്നത് പോലെ വളരെ കുറച്ച് മാത്രം സ്റ്റിറൈൽ വാട്ടർ നമ്മളിങ്ങനെ എടുക്കുന്നു സിറിഞ്ചിലേക്ക്. അതിനുശേഷം നമ്മൾ വാക്സിൻ, ലൈവ് വാക്സിൻ്റെ ചെറിയ ബോട്ടിലേക്ക് വളരെ സാവധാനം ഇത് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഇഞ്ചെക്ട് ചെയ്ത ശേഷം ഏകദേശം ഒരു 1 മിനിറ്റ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക, നന്നായിട്ട് മിക്സായി കിട്ടാനായിട്ടാണ്. പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാക്സിൻ എടുക്കുമ്പോൾ കോഴികളുടെ ആരോഗ്യം കൺസിഡർ ചെയ്യണം. അതായത് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കോഴികൾക്ക് അല്ലെങ്കിൽ കോഴി കുഞ്ഞുങ്ങൾക്കാണ് നമുക്ക് വാക്സിൻ എടുക്കാൻ പാടുള്ളൂ. എന്തെങ്കിലുമൊക്കെ ക്ഷീണം തട്ടി തൂങ്ങിയൊക്കെ നിൽക്കുന്ന കോഴികളാണ് അല്ലെങ്കിൽ കോഴി കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ വാക്സിൻ അപ്പോൾ എടുക്കാൻ പാടില്ല. അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി ആക്റ്റീവായ ശേഷം വേണം വാക്സിൻ എടുക്കാനായിട്ട്. നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത സ്റ്റിറൈൽ വാട്ടറുമായിട്ട് വാക്സിൻ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ചെയ്യേണ്ടത് സിറിഞ്ച് ഉപയോഗിച്ച് ഒരു ഡ്രോപ്പ് പോലും പോവാതെ വീണ്ടും ഈ പറയുന്ന മിക്സ് ആക്കിയെടുത്ത വാക്സിനെ സിറിഞ്ചിലേക്ക് തന്നെ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ കുറച്ച് സ്റ്റിറൈൽ വാട്ടറുമായിട്ടാണ് 100 കോഴികളിലുള്ള വാക്സിൻ മിക്സ് ആക്കി എടുത്തേക്കുന്നത്. നമ്മൾ വീണ്ടും ഇപ്പോൾ എടുക്കുന്ന സിറിഞ്ചിലെടുക്കുന്ന ഈ വാക്സിൻ ബാക്കിയിരിക്കുന്ന സ്റ്റിറൈൽ വാട്ടറുമായിട്ട് മിക്സ് ആക്കിയാലാണ് നമുക്കത് കോഴികൾക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം 100 കോഴികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റിറൈൽ വാട്ടറാണ് 100 ഡോസിൻ്റെ ലെസോട്ട വാങ്ങിക്കുമ്പോൾ നമുക്ക് കൂടെ കിട്ടുന്നത്. അപ്പോൾ അത് ഫുള്ള് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സിറിഞ്ചിലേക്ക് എടുത്ത ശേഷം സ്റ്റിറൈൽ വാട്ടറിൻ്റെ ബാക്കിയിരിക്കുന്ന കുപ്പിയിലേക്ക് മിക്സ് ആക്കി എടുത്തിട്ട് വേണം നമുക്ക് കോഴികൾക്ക് വാക്സിൻ ഡ്രോപ്സ് ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അവസാനത്തെ പരിപാടിയാണ് വാക്സിൻ മിക്സ് ആക്കി എടുക്കുന്നതിൽ തിരിച്ച് നമ്മൾ സ്റ്റിറൈൽ ബോട്ടിലേക്ക് വാക്സിൻ ഇഞ്ചെക്ട് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്താൽ നമ്മുടെ കോഴികൾക്ക് എടുക്കാനായിട്ട് വാക്സിൻ റെഡി ആയി കഴിഞ്ഞു. ഇങ്ങനെ മിക്സ് ആക്കിയെടുത്ത വാക്സിൻ നമ്മൾ കോഴികളിലേക്ക് അടുത്ത 1 മണിക്കൂറിനുള്ളിൽ തന്നെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഈ വാക്സിൻ, ഇങ്ങനെ മിക്സ് ആക്കിയെടുത്ത വാക്സിൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് പിന്നീട് അത് എഫക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല, ലൈവ് വാക്സിൻ ഉണ്ടാവത്തില്ല അതിൻ്റെ അകത്ത്. അപ്പം നമ്മൾ വാക്സിൻ ഇങ്ങനെ മിക്സ് ആക്കിയെടുത്ത ഏകദേശം ഒരു മാക്സിമം പോയ 1.25 മണിക്കൂറിനുള്ളിൽ കോഴികളിലേക്ക് നമ്മൾ വാക്സിൻ ഡ്രോപ്സ് ആയിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കതിന് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. ഇനി നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ സാവധാനം പിടിച്ച് വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ്.
നിങ്ങളുടെ സൗകര്യപ്രദം പോലെ അതിന് പിടിക്കുക. അതിനുശേഷം കണ്ണിലോ മൂക്കിലോ ഒറ്റ ഡ്രോപ്പ് മതി. ഒന്നെങ്കിൽ കണ്ണിലോ അല്ലെങ്കിൽ മൂക്കിൽ അങ്ങനെ കൊടുക്കുക. നമ്മളിങ്ങനെ കണ്ണിലേക്കോ അല്ലെങ്കിൽ മൂക്കിലേക്കോ ഒറ്റ ഡ്രോപ്പ് ഇറ്റിച്ച് കഴിയുമ്പോൾ സാവധാനം അവർക്കത് വായിലേക്ക് എത്തും. അതിനുശേഷം അവർ മിഴുങ്ങുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു സമയം വരെ അവരെ കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് വാക്സിനേഷൻ കൊടുക്കുന്നതെങ്കിൽ ഒരു കയ്യിൽ കോഴിയെ പിടിച്ച് മറ്റേ കയ്യിൽ വാക്സിൻ എടുത്തിട്ടൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ വീട്ടിൽ ഒരാളെ കൂടി സഹായത്തിനായിട്ട് കൂട്ടുക. അങ്ങനെ ഒരാളെ കൊണ്ട് കോഴിയെ പിടിപ്പിക്കുക. വാക്സിൻ എടുക്കുന്ന ആൾ കോഴിയുടെ തലയിൽ ജസ്റ്റ് പിടിച്ചുകൊണ്ട് കറക്റ്റായിട്ട് ഒറ്റ ഡ്രോപ്പ് കണ്ണിലേക്ക് അല്ലെങ്കിൽ ഒറ്റ ഡ്രോപ്പ് മൂക്കിലേക്ക് ഇറ്റിച്ചു കൊടുക്കുക. നമ്മൾ വാക്സിൻ എടുക്കാനായിട്ട് ഉപയോഗിച്ച എല്ലാ ഐറ്റംസും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് ഡിസ്പോസോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. ഞാൻ പൊതുവെ ചെയ്യാറ് എല്ലാം കൂടെ കൂടി ഒരു കൂട്ടിനകത്ത് കവറിൽ കെട്ടിയിട്ട് മണ്ണിനടിയിൽ കുറച്ച് താഴ്ത്തി കുഴിച്ചിടുക ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് 7ാമത്തെ ദിവസം എടുത്ത ലെസോട്ട വാക്സിനേഷൻ ആണ് ഫസ്റ്റ് ഡോസ്. ഇനി സെക്കൻഡ് ഡോസ് കൊടുക്കേണ്ടത് 21ാമത്തെ ദിവസമാണ്. കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയിട്ട് 21ാമത്തെ ദിവസമാണ് നമ്മൾ ലെസോട്ടയുടെ സെക്കൻഡ് ഡോസ് ബൂസ്റ്റർ ഡോസ് എടുക്കുന്നത്. 14ാമത്തെ ദിവസം നമ്മൾ IBD എടുക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ജോർജിയ വാക്സിൻ അതായത് IBD വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇന്ന് 14ാമത്തെ ദിവസമാണ്. ജോർജിയ അല്ലെങ്കിൽ IBD വാക്സിനേഷൻ നമ്മൾ എടുക്കേണ്ടത് 14ാമത്തെ ദിവസവും 28ാമത്തെ ദിവസവും. ഏതൊരു വാക്സിൻ മേടിക്കാൻ പോയാലും തീർച്ചയായിട്ടും നമ്മൾ ഐസ് പാക്കിൽ വേണം മേടിച്ചുകൊണ്ട് വരാനായിട്ട്. ഞാൻ ഇവിടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതിൻ്റെ ബോട്ടിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ കാണുന്ന ചെറിയ ബോട്ടിൽ നമുക്ക് അതിൻ്റെ ലൈവ് വാക്സിൻ്റെ പൗഡർ ഫോമിലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ പൗഡർ ഫോമും അതുപോലെ തന്നെ നമുക്ക് ചെറിയ ബോട്ടിലിൽ ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത് വാക്സിൻ റെഡിയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഈ കാണുന്ന കുപ്പിയിലെ ലിക്വിഡാണ് നമ്മൾ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വാക്സിൻ കിട്ടുമ്പോൾ എന്തായാലും ഈ രണ്ട് കൂട്ടം നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിലെ കുറച്ച് ലിക്വിഡ് നമ്മൾ നമ്മുടെ ലൈവ് വാക്സിൻ ഇരിക്കുന്ന ബോട്ടിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു തുള്ളി പോലും പുറത്തു പോകാതെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രോപ്പർ വേ എന്ന് പറയുന്നത് സിറിഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വലിയ കുപ്പിയിലെ ലിക്വിഡ് കുറച്ചെടുത്ത് നമ്മുടെ ലൈവ് വാക്സിനിലേക്ക് സിറിഞ്ചിനെ തന്നെ ഇഞ്ചെക്ട് ചെയ്ത ശേഷം മിക്സ് ചെയ്ത് ആ സിറിഞ്ച് കൊണ്ട് തന്നെ സക്ക് ചെയ്ത് മറ്റേ കുപ്പിയിലേക്ക് മാറ്റുക എന്നുള്ള രീതിയാണ്. പക്ഷെ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രീതി കാണിച്ചു തരുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. പിന്നെ ഏതൊരു വാക്സിനേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും രാവിലെ 10 മണിക്ക് ഉള്ളിൽ വാക്സിൻ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വൈകിട്ട് 5 മണിക്ക് ശേഷം വാക്സിൻ എടുക്കാൻ ശ്രമിക്കുക. ഉച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയത്ത് വാക്സിൻ എടുക്കാൻ പാടില്ല. ഇത് നമ്മൾ വാക്സിൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. മിക്സ് ആക്കിയ ശേഷം നമ്മൾ അത് ഡ്രോപ്പായിട്ട് ഇറ്റിക്കാനായിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതപ്പോൾ നമ്മുടെ വാക്സിൻ സജ്ജമായിട്ടുണ്ട്, കോഴികളിൽ എടുക്കാനായിട്ട് സജ്ജമായിട്ടുണ്ട്. വാക്സിനേഷൻ എടുക്കേണ്ടത് IBD 2 ഡ്രോപ്പാണ്. അതായത് കണ്ണിലും മൂക്കിലും ഓരോ തുള്ളി ഇറ്റിച്ചു കൊടുക്കുക. നമുക്ക് വെറ്റിനറി ഷോപ്പുകളിൽ ഏറ്റവും മിനിമൽ ക്വാണ്ടിറ്റി ആയിട്ട് IBD വാക്സിൻ കിട്ടുന്നത് 100 ഡോസിൻ്റെതാണ്. 100 ഡോസ് അതുപോലെ തന്നെ 200 ഡോസിൻ്റെ കിട്ടും. അപ്പോൾ 100 ഡോസിൻ്റെ വില എന്ന് പറയുന്നത് 63 രൂപയാണ്. അപ്പോൾ നമുക്ക് 1-2 കോഴി ഉള്ളൂ എങ്കിലും നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു അസുഖം വന്നാൽ നമ്മുടെ കൂട് കാലിയായി പോകുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് 1-2 കോഴി ഉള്ളൂ എങ്കിലും തീർച്ചയായിട്ടും വാക്സിൻ എടുത്ത് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മളിത് വാക്സിൻ എടുത്ത് കഴിഞ്ഞു കേട്ടോ. വീഡിയോയിൽ ഞാൻ ഒരു കോഴിക്ക് വാക്സിൻ എടുക്കുന്ന കാണിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ കോഴികൾക്കും ഞാൻ എടുത്തു. അപ്പോൾ എന്നിട്ട് ബാക്കി വന്നിരിക്കുന്ന ഈ വാക്സിൻ നമുക്ക് പിന്നീടത്തേക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് മാറ്റിവെക്കാനൊന്നും പറ്റത്തില്ല. വാക്സിൻ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ മാക്സിമം 1.5 മണിക്കൂറിനുള്ളിൽ നമ്മളത് യൂസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ആ വാക്സിൻ്റെ എഫക്റ്റ് പോയി. അപ്പോൾ നമുക്കത് പിന്നീടത്തേക്ക് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാന്നുള്ള രീതിയിലൊന്നും നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്ത് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ വാക്സിനേഷൻ വേണ്ടി ഉപയോഗിച്ച എല്ലാ ഐറ്റംസും ഒരു പ്ലാസ്റ്റിക് കൂടിലാക്കിയിട്ട് കളയാനുള്ള പരിപാടിയാണ് കേട്ടോ. മഴക്കാലമാണ്, വാക്സിനേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ടൈമാണ്. R2B വാക്സിനേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ R2B വാക്സിനേഷൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം. R2B വാക്സിൻ എപ്പോഴാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഒരു കോഴിക്കുഞ്ഞുണ്ടായിട്ട് 7ാം ദിവസം നമ്മൾ എടുക്കേണ്ടത് ലെസോട്ടയാണ്. 14ാം ദിവസം IBD, 21ാമത്തെ ദിവസം ലെസോട്ട സെക്കൻഡ്, 28ാമത്തെ ദിവസം IBD സെക്കൻഡ്. അതിനുശേഷം കോഴിക്കുഞ്ഞിന് 2 മാസം പ്രായമാകുന്നതിന് ഒരാഴ്ച മുന്നം വരെ ഇളക്കുക. വരെ ഇളക്കിയ ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട്, അതായത് കറക്റ്റ് 2 മാസം ആകുമ്പോൾ കോഴിക്കുഞ്ഞിന് R2B വാക്സിനേഷൻ എടുക്കണം. അപ്പോൾ വാക്സിനേഷൻ്റെ ടൈം ഫ്രെയിംസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഈ രീതി തന്നെ ഫോളോ ചെയ്യുക. പിന്നീട് റിപ്പീറ്റ് ആയിട്ട് എല്ലാ 6 മാസം കൂടുമ്പോഴും R2B മാത്രം കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. എപ്പോഴും R2B വാക്സിൻ എടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് കോഴികൾക്ക് വരെ ഇളക്കണം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വാക്സിനും എടുക്കാത്ത കോഴികൾക്ക് R2B വാക്സിനേഷൻ ആദ്യമായിട്ട് എടുക്കുമ്പോൾ, അത് ചെറിയ കോഴിയാവട്ടെ വലിയ കോഴിയാവട്ടെ, ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യമായിട്ടൊന്ന് വരെ ഇളക്കുക. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ലെസോട്ട വാക്സിനേഷൻ കൊടുക്കുക. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് R2B വാക്സിനേഷൻ എടുക്കാൻ പാടുള്ളൂ. R2B വാക്സിനേഷൻ നമുക്ക് ഇതാ വീഡിയോ കാണുന്ന പോലെ സ്ട്രെയിൻ ആയിട്ടാണ് കിട്ടുക. അതൊരു പൗഡർ ഫോമിൽ ഒരു ബട്ടൺസ് പോലെ ആയിട്ട് ഈ ഒരു ചെറിയ ബോട്ടിലിൽ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ലിക്വിഡും കിട്ടും നമുക്കിത് മിക്സ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് വാക്സിൻ റെഡിയാക്കി എടുക്കുക.
അപ്പോൾ നമ്മുടെ ഈ ചെറിയ ബോട്ടിലാണ് ലൈവ് വാക്സിൻ ഉള്ളത്. ആ വാക്സിനെ നമ്മൾ വലിയ ബോട്ടിലേക്ക് ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം. വാക്സിൻ എപ്പോഴും മേടിക്കാനായിട്ട് പോകുമ്പോൾ ഐസ് ക്യൂബിൽ മാത്രം കൊണ്ടുവരിക. വാക്സിൻ പിന്നീടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ താഴെയായിട്ട് വെക്കുക, ഫ്രീസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ വാക്സിൻ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ മാക്സിമം 1.5 മണിക്കൂറിനുള്ളിൽ എല്ലാ കോഴികൾക്കും വാക്സിൻ എടുക്കണം. 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വാക്സിൻ കൊള്ളത്തില്ല. അതുപോലെ തന്നെ വാക്സിൻ ബാലൻസ് വരുവാണെന്നുണ്ടെങ്കിൽ കളയാനേ പറ്റത്തുള്ളൂ. നമുക്ക് പിന്നീട് ഉപയോഗിക്കാനായിട്ട് മാറ്റി വെക്കാനൊന്നും പാടില്ല. സിറിഞ്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാക്സിൻ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. 2.5 ml സിറിഞ്ചാണ് വാങ്ങിയിരിക്കുന്നത്. 2.5 ml സിറിഞ്ച് മേടിക്കാനുള്ള കാരണം നമുക്ക് 0.5 ml ആണ് ഒരു കോഴിക്ക് വാക്സിൻ എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഫുൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 കോഴിക്ക് ഒരുമിച്ച് വാക്സിൻ എടുത്ത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. വാക്സിൻ സിറിഞ്ച് ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ അറിയത്തില്ലാത്ത ആൾക്കാർ നിങ്ങളുടെ കൺവീനിയൻസ് പോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സിറിഞ്ച് ഉപയോഗിച്ച് അങ്ങനെ മിക്സ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ വാക്സിൻ മിക്സ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു വലിയ ബോട്ടിലെ ലിക്വിഡിലേക്ക് നമ്മൾ വാക്സിനെ എത്തിക്കണം. ആ ചെറിയ ബോട്ടിലുള്ള വാക്സിനെ വലിയ ബോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വലിയ ബോട്ടിലെ കുറച്ച് ലിക്വിഡ് എടുത്തിട്ട് ചെറിയ ബോട്ടിലേക്ക് ഫസ്റ്റ് ഇഞ്ചെക്റ്റ് ചെയ്യുക. നമ്മുടെ വാക്സിൻ ഇരിക്കുന്നത് പൗഡർ ഫോമിലോ അല്ലെങ്കിൽ ബട്ടൺസ് ഫോമിലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റാനായിട്ടാണ് നമ്മൾ ഈ വാട്ടർ ഇഞ്ചെക്റ്റ് ചെയ്ത് മിക്സ് ആക്കി എടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചെയ്യുന്ന സമയത്ത് വാക്സിനോ അല്ലെങ്കിൽ ആ ലിക്വിഡോ ഒട്ടും തന്നെ വേസ്റ്റായി പോകാതെ നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ലിക്വിഡ് എടുത്തിട്ട് ചെറിയ വാക്സിൻ്റെ ബോട്ടിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. അതിൻ്റെ അകത്തുള്ള പൗഡർ ഫോമിലുള്ള അല്ലെങ്കിൽ ബട്ടൺസ് ഫോമിലുള്ള വാക്സിൻ വെള്ളവുമായിട്ട് നന്നായിട്ട് ലയിച്ച് ലിക്വിഡ് ആവാനായിട്ടാണ്. നമ്മുടെ വാക്സിൻ കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളത്തിൽ ലയിച്ചു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതിനുശേഷം സിറിഞ്ച് ഉപയോഗിച്ച് തന്നെ ഈ ഒരു ചെറിയ ബോട്ടിൽ നിന്ന് ആ വാക്സിൻ മൊത്തം സിറിഞ്ചിലേക്ക് ആക്കുക. അപ്പോൾ ഇതാണ് വാക്സിൻ മിക്സ് ചെയ്യുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വേ. ഈ ഒരു രീതി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ 2 ബോട്ടിലിൻ്റെയും മൂടി ഓപ്പൺ ചെയ്തിട്ട് പരസ്പരം വെള്ളം ഷെയർ ചെയ്തുകൊണ്ട് മിക്സ് ആക്കിയെടുത്ത് ഒറ്റ ബോട്ടിലേക്ക് ആക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വാക്സിൻ കംപ്ലീറ്റ് ആയിട്ട് സിറിഞ്ചിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം, ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലിക്വിഡിലേക്ക് വലിയ ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്ത ശേഷം നന്നായിട്ട് ആ വലിയ ബോട്ടിലൊന്ന് ഷെയ്ക്ക് ചെയ്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ വാക്സിൻ എത്തിക്കുക എന്നുള്ളതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാക്സിൻ റെഡിയാണ് കോഴികളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട്. സിറിഞ്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരാൾക്ക് തന്നെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരാളെ കൂടി സഹായത്തിനായിട്ട് കൂട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്. 2 പേരുടെയും ശരീരത്തിൽ സിറിഞ്ച് കൊള്ളാതെ നോക്കി സൂക്ഷിച്ച് വേണം ചെയ്യാൻ. നമ്മൾ വാക്സിൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 100 കോഴികൾക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനാണ് ഇപ്പോൾ റെഡിയായി കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്നും 0.5 ml ആണ് ഒരു കോഴിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള വാക്സിൻ. ഇവക്കാണ് കേട്ടോ നമ്മൾ വാക്സിൻ കൊടുക്കുന്നത്. എല്ലാ കോഴികൾക്കും കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ ഈ ഒരു കോഴിക്ക് കൊടുക്കുന്നത് മാത്രമാണ് കാണിക്കുന്നുള്ളൂ. 0.5 ml ആണ് ഒരു കോഴിക്കുള്ള വാക്സിൻ. അപ്പോൾ 2.5ൻ്റെ സിറിഞ്ചിലേക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 5 കോഴികൾക്ക് ആ വാക്സിൻ കൊടുക്കാനായിട്ട് പറ്റും. കോഴികളുടെ തൊലിപ്പുറത്താണ് വാക്സിൻ എടുക്കേണ്ടത്. കോഴികളുടെ മാംസത്തിലേക്കോ അല്ലെങ്കിൽ മസിൽസിലേക്കോ ഡയറക്റ്റ് ആയിട്ട് വാക്സിൻ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പാടില്ല. നോർമലി കോഴികളുടെ ചിറകിൻ്റെ ഭാഗത്തുള്ള തൊലിയുടെ അവിടെയാണ് നമ്മൾ വാക്സിൻ എടുക്കുക. അപ്പോൾ വാക്സിൻ എടുക്കാനായിട്ട് സിറിഞ്ച് ഉപയോഗിച്ച് വളരെ സാവധാനം അതിൻ്റെ തൊലിപ്പുറം ഒന്ന് പൊട്ടിച്ച്, സിറിഞ്ച് കുത്തിയിറക്കേണ്ട കാര്യമൊന്നുമില്ല, ലൈറ്റായിട്ടൊന്ന് പൊട്ടിച്ചാൽ മതി. അതിനുശേഷം 0.5 ml വളരെ ലൈറ്റായിട്ട് പയ്യെ ഇഞ്ചെക്റ്റ് ചെയ്യുക. നമ്മൾ 2.5 ml എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 ml വരെ ആകുന്ന സമയം വരെയാണ് ഇഞ്ചെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ 0.5 ml മാത്രം എടുത്തിട്ട് ചെയ്യുക. നമ്മളെടുക്കുന്ന വാക്സിൻ പ്രോപ്പറായിട്ട് കോഴികളിലേക്ക് എത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് കറക്റ്റായിട്ടൊരു കൊമള വെക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ കൊമള വെക്കുമ്പോഴാണ് വാക്സിൻ എടുത്തത് കറക്റ്റായി സക്സസ് ആയി എന്നുള്ള കാര്യം മനസ്സിലാവുക. ഇല്ലാത്ത പക്ഷം അത് കോഴികളുടെ ശരീരത്തിലേക്ക്, ഇറച്ചിയിലേക്കോ അല്ലെങ്കിൽ മസിൽസിലേക്കോ ആണ് ആ വാക്സിൻ പോവുക. അപ്പോൾ R2B വാക്സിൻ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, സക്സസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചോദിക്കാൻ മടിക്കണ്ട. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കയറി കാണുക. ഇഷ്ടമായ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ശുഭദിനം നേരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ വിഷ്ണു. ബൈ.